മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ അതിശക്തമായ തെളിവുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രേഖകളില്ലാതെയും വീണ CMRൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. CMRൽ കള്ളപ്പണം വെളുപ്പിക്കലിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്നും ED വ്യക്തമാക്കി. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷം രൂപയാണ് വീണ കൈപ്പറ്റിയത്. വീണയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണമുണ്ട്. ഈ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 16 ലക്ഷം രൂപ ED മരവിപ്പിച്ചിരുന്നു. CMRലിന്റെ തട്ടിപ്പ് രീതികളും ED റിപ്പോർട്ടിലുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് CMRലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകും. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് ലഭിക്കുക 7% കമ്മീഷനാണ്. 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് CMRൽ നടത്തിയിട്ടുള്ളത്. CMRൽ നിന്ന് കുടുംബസ്ഥാപനമായ നിപുണയിലേക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും EDക്ക് ലഭിച്ചു. കർത്തയുടെ കുടുംബത്തിന് മാത്രം നിയന്ത്രണമുള്ള നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് സർക്കുലർ ഫണ്ടിങ്ങിലൂടെയാണ് പണം മാറ്റിയിരുന്നത്. 90 കോടി രൂപ ഇത്തരത്തിൽ നിപുണയിലേക്ക് മാറ്റി. വീണയ്ക്കും CMRലിനും ഒരുപോലെ കുരുക്കാകുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്ന പുതിയ തെളിവുകൾ. മാത്രമല്ല വീണയുടെ സഹ ഉടമസ്ഥതയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.